അപ്പോൾ ഹലോ ഗൈസ്, MCFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഏർമാടായിട്ട് വന്നേക്കാണ്. ഏർമാടത്തിൻ്റെ പാർട്ട് 2. നമ്മളതിനുള്ള വുഡൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 264. ഇത് തികയൊന്നും തോന്നുന്നില്ല, എന്നാലും തികയുന്നവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഇവിടെ നമ്മൾ ഇതിങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്താണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്രീപ്പർ മാമൻ വന്നങ്ങ് പൊട്ടിത്തെറിച്ച്. അതാകെ പണിയായിരുന്നു, നല്ലൊരു പണിയായിരുന്നു കിട്ടിയാൽ. ഒന്നല്ല 2 ക്രീപ്പറാണ് വന്ന് പൊട്ടിത്തെറിച്ചത്. ഞാൻ മേളിലും അതേ കണക്ക് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ലൊരു കിടുക്കാച്ചി ഏർമാടത്തിൻ്റെ ചുറ്റി കയറുന്ന ഒരു സൈസ് മേലോട്ട് കയറുന്ന സ്ഥലം. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് വീണ്ടും പണി അങ്ങ് തുടങ്ങാം. ഇനി പണി എടുക്കാൻ പോകുന്നത് എന്താ പണി എന്ന് വെച്ചാൽ, സിമ്പിളായി നമുക്ക് മുകളിലെത്താം. നല്ലൊരു ട്രീ ഹൗസാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ നമ്മളിതിനകത്തൊരു നല്ലൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ട്വിസ്റ്റ് എന്ന് വെച്ചാൽ, ഇവിടെ ആയിരിക്കും നമ്മുടെ വീട് വരിക. എന്താ, അവിടെ നിന്ന് നോക്കി നമ്മുടെ വീട് കാണാൻ പാകത്തിന് ഇവിടെ വീട് സെറ്റ് ചെയ്യണം. ഇതാ ഈ കാണുന്ന സ്പേസില്ലേ, ഈ കാണുന്ന സ്പേസിലാണ് നമ്മൾ വീട് സെറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പാകത്തിന്, അല്ലെങ്കിൽ ഈ അപ്പുറത്ത് സെറ്റ് ചെയ്യണം. അപ്പുറത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്ഥലത്തിലേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഇതുണ്ടാക്കട്ടെ. 1 2 3 4 5 6. ഇവിടെ 1 2 3. ഓക്കെ, ഞാൻ നേരെ ഇങ്ങോട്ട് കണക്റ്റണം. തിങ്ങ് ചെയ്തോ. ഇത്ര നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഉണ്ടോ. ഇതാണ് വീടിൻ്റെ സ്ഥലം വരുന്നത്. താഴെ പോയി നോക്കില്ലായിരുന്നു. കണ്ടോ, ഇതാണ് വീടിൻ്റെ സ്ഥലം വരുന്നത്. കണ്ടോ, ഇത്ര വീടുള്ളൂ. ഇതിൻ്റെ ഇങ്ങോട്ട് ഫെൻസ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ പണിയാണ്. നേരെ കയറി വരുന്നതും നമ്മൾ വീട്ടിലേക്കായിരിക്കും കയറുക. എന്നിട്ട് ഇവിടെ ഒരു ഡോർ വെച്ച് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ രീതിയിൽ സെറ്റാകും. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഇതങ്ങ് റെഡിയാക്കണം. നമ്മളിങ്ങനെയാണ് ഏകദേശം സെറ്റ് ചെയ്യുന്നുണ്ടോ. ഈ ഒരു ഡിസൈനിൽ നമ്മൾ അടിയിൽ നിന്ന് കണ്ടോ, ഇങ്ങനെ അടിയിൽ നിന്ന് നേരെ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. എന്നിട്ട് ഇവിടെ നിന്നൊരു വാതിലിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഈ വഴി ഒരു ബാൽക്കണി, മേളിലൊരു ബാൽക്കണി സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ പണി വരുന്നത് ഫെൻസ് അല്ല, അതിന് മുമ്പേ ഈ വീടിൻ്റെ ഈ മേൽഭാഗം ഒരു ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണം. കൂർത്തൊരു മേൽഭാഗം പോലെ. അതാണ് എനിക്ക് അറിയാത്തത്. അത് കുറച്ച് പാടായി. അത് ഉണ്ടാക്കാൻ എനിക്ക് ഇതുവരെ ആയിട്ടും അറിയില്ല. ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഫ്ലോപ്പായിട്ടുള്ളൂ. അതൊന്നും എന്തായാലും ഞാൻ നല്ല രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്തായാലും. എന്നിട്ട് ഇതൊക്കെ പ്ലാങ്കൊക്കെ പൊളിച്ചെടുക്കാനുള്ള ഇതിൻ്റെ മേലെ സ്റ്റെപ്പ് വെക്കും. നമ്മളിങ്ങനെ വെച്ചിട്ട് മോഡേൺ ആക്കി എടുക്കും. ഉണ്ടോ, ഇപ്പം തന്നെ ആ വീടിൻ്റെ ലുക്കങ്ങ് മാറി കിട്ടിയില്ലേ. അതാണ് അങ്ങനെ. ഇവിടെ അതല്ല, അങ്ങനെയല്ല വെക്കണ്ട. ഇങ്ങനെ എത്ര താത്തണോ? വേണ്ട അത്ര താത്തൊന്നും വേണ്ട. എന്നിട്ടിത് ഓക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. പക്ഷെ ഇതിവിടെ നിൽക്കുന്ന ബോറാണല്ലോ എന്നാണ് ഡൗട്ട് വരുന്നത്. അതവിടെ അങ്ങനെ നിൽക്കുന്ന കുറച്ച് ബോറ് പോലെ തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും താഴ്ന്ന് വ്യൂ നോക്കിയാൽ മനസ്സിലുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെയല്ല, മേളിൽ സ്റ്റെപ്പും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിനി ഇവിടുന്ന് ഇതും കൂടി ഇങ്ങനെ കൊടുക്കണം. ഇവിടെ നേരെ ആയ പോലെ ഉണ്ട്. നോക്കട്ടെ, ഇതുണ്ടോ, കയറി വരുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് സ്ഥലം കുറഞ്ഞുണ്ട്. ഇവിടെ നമുക്ക് ബെഡ് വെക്കാനുള്ള സ്പേസ് മാത്രം മതി. വെച്ചാൽ ഏർമാടല്ലേ. ഇതിങ്ങനെ കയറി വരുന്നതിൻ്റെ നമ്മളിങ്ങനെ വളച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്പേസ് പറഞ്ഞുകൊണ്ട് സ്ഥലമില്ല. നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതൊക്കെ പൊളിച്ചതാണ്. ഈ വുഡ് ഇവിടെ വേണ്ട. നോക്കട്ടെ, വുഡ് പൊളിച്ച് വന്നിട്ട് 3 നിലത്തിൻ്റെ രക്ഷപ്പെട്ട്. ഈ ലാൻഡേണിൻ്റെ പ്രശ്നം കണ്ടോ, കളർ പോയി. കുറച്ച് കഴിയുമ്പോൾ കളർ പോകും. നമ്മൾ മെൻറ്റ് ചെയ്യണം. ഇവിടെ ലാൻഡേൺ ഉണ്ടായിരുന്നല്ലോ, ഇവിടുത്തെ ലാൻഡേണിൻ്റെ കളർ പോയി.
ഞാൻ തന്നെ മേളിലേക്ക് എത്തട്ടെ. പച്ച ലാൻഡാണ്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കാരണം പിന്നെ ഇത് പൊട്ടിച്ച വലിയ ഇതായിട്ട് തോന്നുന്നില്ല. ഇതിവിടെ തന്നെ സെറ്റ് ചെയ്തേക്കാം. പിന്നെ ഇതിവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കണോ? രസം ഉണ്ടാവോ? ലോങ് നോക്കിയാലേ അത് മനസ്സിലാവും. എന്തായാലും കുറച്ചുകൂടി പ്ലാങ്ക് എടുക്കട്ടെ. ഓക്കെ, പ്ലാങ്ക് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് നോക്കട്ടെ. ഈ മിക്കവാറും ഇങ്ങോട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതൊരു ഗുമ്മ വരുന്നില്ല. നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം. അതൊന്ന് ലോങ് പോയി നോക്കിയാലേ മനസ്സിലാവും. നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ലോങ് പോയി നോക്കട്ടെ. ഞാനത് അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആ വീടിൻ്റെ ആ 2 സൈഡിലും വെച്ച തൂണില്ലേ, അത് കട്ട പോറ. ഇതിൻ്റെ ഇടയ്ക്ക് ആരാത്? ഈ സോമ്പിനെ പോയിട്ട് ഒരു പണി ചെയ്യാൻ പാടില്ല. ഒപ്പത്തേനും വരും. ഒപ്പം പടായും ആ സൈഡത്തെ ആ 2 നമ്മൾ എക്സ്ട്രാ വെച്ചില്ലേ, അതങ്ങ് മാറ്റിക്കളണം. പിന്നെ ആ മേളിൽ വെച്ച ആ കൂമ്പാരയില്ലേ, അതും കൂടി കളയണം. അത് ബോറ. അതായത് ഞാൻ അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. മേളിൽ പരന്ന് തന്നെയൊക്കെ ഞാൻ കുറേ നോക്കിയാൽ മാറ്റാൻ. ഇവിടെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇട്ടില്ല. എന്നുവെച്ചാൽ വില്ലേജിൽ പോയി നോക്കി വില്ലേജറിൻ്റെ വീടൊക്കെ എങ്ങനെ ഉണ്ടാക്കി. എന്നിട്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ബിൽഡ് തന്നെ കണ്ടിന്യൂ അങ്ങ് ചെയ്യാണ്. വീണ്ടും വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം കൂടി വേണം. അത് നമ്മുടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളൊരു സാധനം എടുക്കാനാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കതിന് ഈ കത്രിക പോലത്തെ സാധനമാണ് അതിൻ്റെ പേരെന്ന്. നമുക്കിവിടെ ഒരു മരത്തുനിന്നൊരു സാധനം കിട്ടും, അതെടുക്കാമെന്ന്. പക്ഷെ ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ആ സാധനത്ത് കിട്ടിയായിരുന്നു. പിന്നെ കുറച്ച് ഇല വേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവ്. ഇതാണ് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതാണ് വേണ്ടത്. കണ്ടോ, ഈ ഇല വള്ളി പോലത്തെ സാധനം, ഇതാണ് നമുക്ക് ആവശ്യം. ഈ വള്ളി പോലത്തെ സാധനമാണ് നമുക്ക് ആവശ്യം. ഇതെന്തായാലും സമാധാനം കിട്ടി. നമുക്കൊരു നമ്മുടെ വീടിൻ്റെ ഒരു എസ്തെറ്റിക് വൈബ് കൊണ്ടുവരാൻ പറ്റിയ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് പോകാൻ. ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു ഐഡിയ വന്നത്, നമ്മളപ്പുറത്തായിട്ട് നമ്മുടെ വീടിൻ്റെ ഈ സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ വേറൊരു സൈഡിൽ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിസൈൻ നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്യണം. ഇതൊന്നും നോക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ. ഇത് പോയി. ഓക്കെ, അതൊക്കെ നമുക്ക് ഇങ്ങനെ വേണ്ട, ബോറായിരിക്കും. സെറ്റ് ചെയ്യാൻ മതി ഇങ്ങനെ. അയ്യോ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ എവിടെയൊക്കെ ഓട്ടോ കാണുന്ന പോലെ വീടിന് 1 2 ഓക്കെ. ഇതെങ്ങനെ ഉണ്ടാവും? കിടുക്കൂല വീട്. ഇവിടെ എവിടെ ഓട്ടോ ഉണ്ടാവില്ല. ഇതെന്താ ഇവിടെ ഇങ്ങനെയായിട്ട്? ആ വീടിൻ്റെ ഒരു ചില്ലിൻ്റെ ഓട്ടമായിരുന്നു ആ കാണുന്നത്. ഓക്കെ, അത് സീനില്ല, അതങ്ങനെ നോട്ടെ. ഇതങ്ങോട്ട് ചോളാം. മേലോട്ട് കയറുന്നില്ല. 2 നില പണിയണമെന്നായിരുന്നു വിചാരിച്ചത് ഈ വീടിന്. പക്ഷേ 2 നില സെറ്റാക്കിയാൽ ഭയങ്കര ബോറായിപ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഈ ഏറുമാടത്തിന് ഈ ലുക്കാണ് ഇതിന് കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു വൈബ്. നോക്കട്ടെ, എനിക്കൊന്ന് വാതിൽ ഇങ്ങോട്ടേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു വൈബ് എന്ന് തോന്നുന്നു. ലോങ് നിന്ന് നോക്കിയാൽ മനസ്സിലാവണം. അതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം കൂടി ഉണ്ടാക്കണം.
കുറച്ചധികം ഫെൻസ് ഉണ്ടാകണം. തികയുകയില്ല ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഫെൻസ് നമുക്ക്. വുഡോ വുഡ് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. സ്റ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. ഫെൻസ് അത്യാവശ്യമാണ്. ഇപ്പം എത്രണ്ണായി? എവിടെ 23 ഉണ്ടാക്കിയില്ല. 26 വെച്ച് വെച്ചോക്കട്ടെ. തികഞ്ഞാൽ മതി. ഇവിടെ മുതൽ നോക്കണ്ട. ഇവിടുന്ന് ഇങ്ങനെ കണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ കണ്ടോ, ഇത്ര സ്പേസ് ഉണ്ടാവുള്ളൂ നമുക്ക് നടാം ഇതിനും. അയ്യോ എന്താ ഇങ്ങനെ ഇത്രയൊക്കെ വെച്ചാൽ ഫാൻസ് ലാസ്റ്റ് ഉണ്ടാവുമോ? ഇതെന്താ ഓട്ടോമാറ്റിക് വല്ലതും സെറ്റ് ചെയ്തത്? ഒന്ന് വെച്ചിട്ട് അടുത്ത് തന്നെ വീഴുന്നു. ഓക്കെ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ വന്ന് ഇത്ര കാഴ്ച കാണാനുള്ള ഒരു ചെറിയ സ്ഥലമുള്ളൂ, അല്ലാണ്ട് അത്ര വലിയ സ്ഥലമൊന്നുമില്ല. ഇവിടുന്ന് വേണമെങ്കിൽ മേലോട്ട് വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ഈ ചെറിയ സ്ഥലം മതി. ഇവിടെ ഒരു വാതിൽ ഇപ്പോഴെങ്കിൽ സെറ്റ് ചെയ്യട്ടെ. അയണിൻ്റെ വാതിൽ എങ്ങനെ ഉണ്ടാവും? ഓ എൻ്റെ ശോകം, ഭയങ്കര ശോകോട് ശോകം. എനിക്കൊരു വെള്ള കളർ ഫീൽ ചെയ്യുന്നു. നമ്മൾ സാധാ വാതിൽ തന്നെ മതിയേ, ഇതിനതേ ചേരുള്ളൂ. ഓ വാതിലുണ്ടാകുന്ന ഇൻവെൻട്രി ഫുള്ളാണ്. ഇപ്പം ഇൻവെൻട്രി ഫുള്ളായില്ല. ഓക്കെ, എന്തിനാ 3 വാതിലൊക്കെ വരുന്നത്? ഓക്കെ, വാതിൽ സെറ്റാണ്. തുറക്കുന്നു, കയറുന്നു, പുറത്തിറങ്ങുന്നു, വ്യൂ നോക്കുന്നു. ഞാൻ എന്തായാലും താഴെ എത്തിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ഞാൻ അവിടെ എത്തട്ടെ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ കാട്ടാൻ പോവാണ്. പക്ഷെ നമ്മളത് പൊളിച്ച് മാറ്റിയ രസമില്ലാത്തതുകൊണ്ട്. കീട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സെറ്റ് വീട് തന്നെ. നമ്മൾ ആ സൈഡിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പ് വെച്ച് ഒരു വില്ലേജർ ഹൗസ് പോലെ അങ്ങ് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം കാണാൻ നല്ല രസമുണ്ട്. കാരണം നമ്മൾ സൈഡിൽ കൂടെ മേലോട്ടാവുക, അതിനകത്തേക്ക് സെറ്റ് ചെയ്തില്ലായിരുന്നു. അതും ഒന്ന് സെറ്റ് ചെയ്യണം. കറങ്ങി കയറി വരുന്നുണ്ട്. ഒന്നും മനസ്സിലാവില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ. എന്ത് പൊട്ടാത്ത ഇതുണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചില്ലേ, ഇത് ഇവിടെയും ചെറിയൊരു എസ്തറ്റിക് ഫീൽ എത്താൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്യണം. ആണെങ്കിൽ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. അതിങ്ങനെ ഇറങ്ങി വരും, വളർന്ന് ഇറങ്ങി വരുമ്പോൾ കിട്ടുമായിരിക്കും. കാണാൻ വേറെ ലെവലിലെ സാധനമായിരിക്കും. മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് ഞാൻ നല്ല വെച്ചുള്ളത് 2 നമ്മൾ തമ്മിൽ കാണുന്ന അവിടെ ആയിട്ടങ്ങ് സെറ്റ് ചെയ്യണം. അയ്യോ ഓക്കെ, ഇതാവാ കണ്ട സ്ഥലത്തൊക്കെ പ്ലേസ് ആവണം. പുല്ലില്ലാണ്ടാവും. ഓക്കെ, ഓ ആ പുല്ലങ്ങ് ആ ഇതും വന്നപ്പോൾ ഇതാ വൈബ്. ഇനി ഇവിടെ ഇങ്ങനെയായിട്ട് നോക്കണം അല്ലേ? ഓക്കെ, ഇവിടെ ഇങ്ങനെയായിട്ട് അവിടെ ഇങ്ങനെയായിട്ട് വെക്കണം. അപ്പോൾ അവിടെ ആയിട്ടുണ്ട്. ഇനി അവിടെ ഇങ്ങനെയായിട്ട് ഒലിച്ചതിങ്ങനെ താഴോട്ട് ഇറങ്ങി വരും. അത് വേറെ ലെവലായിങ്ങാണ് സെറ്റാക്കാൻ പറ്റും. അതിന് നമ്മൾ ഇത് പൊളിച്ചെടുക്കുക. ഇവിടെയുള്ളത് ഏകദേശം ഇങ്ങനെ പൊളിച്ച് വന്നിട്ട് ഇവിടുത്തെ പൊളിച്ച് കളയാം. എന്നിട്ട് ആ ലുക്ക് ഒരു എസ്തറ്റിക് വൈബ് കിട്ടാനായിട്ട് നമ്മൾ മണ്ണിങ്ങ് എടുക്കുക. മണ്ണ് അവിടെ നിന്ന് ഇവിടം വരെ പ്ലേസ് ചെയ്യുക. ഒരു മണ്ണും കൂടി വേണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പുല്ലിങ്ങനെ വെച്ചെടുക്കുക. ഓക്കെ, ഏതാ നേർമാടം. ഒരു മണ്ണും കൂടി വേണം. പിന്നെ നമ്മളെ ഡേർട്ട് ഇതാണ്. അയ്യോ അതൊന്ന് പൊട്ടിച്ചോളാം. ഇനി നമ്മൾ ഈ ഡേർട്ട് ഇവിടെ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് ഇതൊന്നും എടുക്കണം. എന്നിട്ട് ഈ ഡേർട്ട് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇതാ ഇവിടെ ഇങ്ങനെയായിട്ട്. ഇനി അതങ്ങ് പച്ച കളറാവണം. ഇതുണ്ടോ?
ഇപ്പം ഈ പുല്ലിങ്ങനെ പിടിച്ച് വരുന്നുണ്ടോ? ഇത് പിടിച്ചു, പക്ഷെ അത് പിടിക്കുന്നില്ലല്ലോ. എന്താ? ഒന്നുകൂടി എടുത്ത് ഒന്നുകൂടി വെച്ചാൽ ഇതിങ്ങനെ ഫുൾ പച്ച കളറാണ്. അപ്പോൾ കിട്ടുമായിരിക്കും, കാണാം വേറെ ലെവലായിരിക്കും. ഒരു കിടുക്കാഴ്ച ഏർമാടാവും. ഇനി ഇത് ഈ ഡേട്ടിൻ്റെ കളർ ഇങ്ങോട്ട് പിടിച്ച് ഇവിടെ ഫുൾ ഡേട്ടാവും. ഡേട്ട എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ എൻഡർമാനെ കൊന്നപ്പോൾ കിട്ടിയാണ്. എൻഡർമാനെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രാസ് ബ്ലോക്ക് നമുക്ക് വേറെ ഡേട്ടല്ലേ ഉള്ളൂ, നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ഇതിൻ്റെ ഓൾറൗണ്ടർ ഇനി നമുക്ക് ഇവിടുന്ന് ഇത് എടുക്കാമല്ലോ. ഇതെവിടെ എടുത്തിട്ട് ഇതിവിടെ കൊടുക്കാം. ഇതൊന്നും ഇവിടെ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഏകദേശം അയ്യോ അതിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചല്ലേ. ഇപ്പം ഇതെടുത്ത് ഇവിടെ കൊടുക്കാം. ഇതെടുത്ത് ഇവിടെ കൊടുക്കാം. ഓക്കെ. അയ്യോ അത് പൊട്ടിച്ചും കളഞ്ഞു. കിടു ഞാൻ ഏതാക്കിടും. ഓക്കെ അതാ പോട്ടെ. ഞാൻ എന്തായാലും താഴെത്തിയിട്ട് ഏതാ നോക്കി നമ്മുടെ ഏർമാടം വീട്. കിടു വൈബല്ല. പുല്ലും അവിടെയൊക്കെ ഇവിടെ പുല്ലൊക്കെ വന്നപ്പോൾ വേറെ ലെവല് വീടാണ്. ഇപ്പോൾ തന്നെ ഏതാ ലുക്കെന്ന് കിടക്കുക. ഇനി അത് ഡെക്കറേഷൻ ചെയ്യും ഞാൻ. ഇനി അത് കിട്ടുവാക്കി ഞാൻ ഡെക്കറേഷൻ ചെയ്യും. കണ്ടോ ഇപ്പം തന്നെ ഏതാ ലുക്ക് നോക്കിയാൽ നമ്മുടെ കിടുക്കാച്ചി ഏർമാടം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ, ഈ വീട് ഫുള്ള് ഡെക്കറേഷൻ ചെയ്യുന്ന, ഉള്ളിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡെക്കറേഷൻ ചെയ്യുന്നേ എല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ വരുന്ന ഒരു ചാനൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തെങ്കിലും കമൻറ്റ് ഇടുക. അപ്പോൾ ബൈ.